വല്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത്, വലിയ ആഗ്രഹങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കുമിഞ്ഞുകൂടി നിൽക്കുന്ന സമയത്ത് യാ മാലിക്കൽ മുൽക്ക് യാ മാലിക്കൽ മുൽക്ക് യാ മാലിക്കൽ മുൽക്ക് യാ മാലിക്കൽ മുൽക്ക് എന്ന ആത്മാർത്ഥതയോടുകൂടെ റബ്ബിന്റെ മുമ്പിൽ കൈമലർത്തി പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ആ ആഗ്രഹം സഫലീകരിച്ചു തരും. അത് എത്ര വലിയ ആഗ്രഹമാണെങ്കിലും റബ്ബിന്റെ മുമ്പിൽ അത് ചെറുതാണെന്ന കാര്യത്തിൽ സംശയമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നമ്മൾ ഇന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ 3 പേരുകൾ ചൊല്ലിയാൽ ഏത് ആഗ്രഹവും അള്ളാഹു സഫലീകരിച്ചു തരുമെന്ന് മാത്രമല്ല, ഏത് പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് പെട്ടെന്ന് മോചനം നൽകുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിന് മനോഹരമായ 99 പേരുകളുണ്ട്. അസ്മാ ഉൽ ഹുസ്ന, ഒരുപാട് പവിത്രത നിറഞ്ഞ ഒരു മനുഷ്യൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കി അതിനെ മുറുകെ പിടിച്ച് ജീവിച്ചാൽ അവൻ ജീവിതത്തിൽ വിജയിച്ചു എന്നാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത്. അങ്ങനെ രഹസ്യങ്ങളുടെ കലവറയായ അള്ളാഹുവിൻ്റെ 99 നാമങ്ങളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട 3 പേരുകളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഈ വീഡിയോയിൽ പറയുന്ന രൂപത്തിൽ ആത്മാർത്ഥതയോടുകൂടി പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകും. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിച്ചോളിൻ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. നമ്മുടെ കുടുംബത്തിലെയോ നാട്ടിലെയോ ഒരു വലിയ സമ്പന്നനായ ഒരു മനുഷ്യൻ പറയാണ്, നിങ്ങൾക്ക് എത്ര രൂപയാണ് വേണ്ടത്, എന്നോട് ചോദിച്ചോളൂ, ഞാൻ നൽകാം. ഇത് പറയുന്നത് അള്ളാഹു ആണെങ്കിലോ എന്തും സാധിപ്പിച്ചു തരാൻ കഴിവുള്ള, ഏത് രോഗത്തിനും ശമനം നൽകാൻ കഴിവുള്ള, ഏത് മക്കളെയും നന്നാക്കി തരാൻ കഴിവുള്ള, എത്ര വലിയ കടങ്ങളും വീട്ടിത്തരാൻ കഴിവുള്ള രാജാതിരാജനായ അള്ളാഹു ആണ് പറയുന്നത്, നിങ്ങൾ എന്നോട് ചോദിച്ചോളി, ഞാൻ ഉത്തരം തരാം. പിന്നെന്താ നമ്മൾ ചോദിക്കാത്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്, ഉദ്ഉനി അസ്തജിബ് ലക്കും, എന്നോട് പ്രാർത്ഥിച്ചോളിയും, എന്നോട് ചോദിച്ചോളിയും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, ഇന്നലില്ലാഹി 99 ഇസ്മ, അല്ലാഹുവിന് അതിമഹത്തായ 99 നാമങ്ങളുണ്ട്. മൻ അഹ്സാഹാ ദഖലൽ ജന്ന, ഒരു മനുഷ്യൻ ആ 99 പേരുകളെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. അള്ളാഹുവിൻ്റെ അതീവ രഹസ്യമുള്ള, ഒരുപാട് അർത്ഥഗാംഭീര്യമുള്ള, മനോഹരമായ, ഭംഗിയുള്ള അള്ളാഹുവിൻ്റെ 99 പേരുകളെ മുറുകെ പിടിച്ചതിൻ്റെ അർത്ഥങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങി അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് അതിനെ മുറുകെ പിടിച്ചൊരു മനുഷ്യൻ ജീവിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവനക്ക് ഇഹലോകത്തും പരലോകത്തും അത് മതി, അവൻ്റെ കൂടെ അള്ളാഹു ഉണ്ടാകും, അവൻ നാളെ സ്വർഗത്തിലാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരുപാട് ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു വരാനുണ്ട്, ഒരുപാട് പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. ആർക്കാണ് ബുദ്ധിമുട്ടില്ലാത്തത്? ആർക്കാണ് പ്രയാസങ്ങളില്ലാത്തത്? ആർക്കാണ് കടങ്ങളില്ലാത്തത്? ആരാണ് മക്കളെ കൊണ്ട് പ്രയാസപ്പെടാത്തത്? ആരാണ് രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടാത്തത്? പല അവസരങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ട്. പലപ്പോഴൊക്കെ അള്ളാഹുവിന് മാത്രമേ നമ്മെ സഹായിക്കാൻ കഴിയാവൂ എന്ന ഘട്ടങ്ങൾ വരാറുണ്ട്. ഡോക്ടർ പറയാണ്, ഒരിക്കലും നിങ്ങളുടെ അസുഖം ഭേദമാകാൻ പോകുന്നില്ല, കാരണം അതിന് മരുന്നില്ല. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും അധ്വാനിച്ചാലും തീരാത്തത്ര കടങ്ങളാണ് ബാങ്കിലുള്ളത്. ഒരിക്കലും നമ്മളെ കൊണ്ട് വിട്ടാൻ കഴിയൂല. അള്ളാഹുവിനല്ലാതെ നമ്മെ സഹായിക്കാൻ കഴിയാത്ത ഒരുപാട് ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ്, ഒരു മനുഷ്യൻ അള്ളാഹുവിനെ മുറുകെ പിടിച്ച് ജീവിച്ചാൽ അവനിക്ക് അള്ളാഹു മതി, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൂടെ ഉണ്ടാകും. അങ്ങനെ അള്ളാഹുവിൻ്റെ മനോഹരമാകുന്ന ആ 99 പേരുകൾ, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് 99 മനോഹരമായ പേരുകളുണ്ട്. അതിൽപ്പെട്ട 3 പേരുകളാണ് നമ്മളിന്ന് പറയുന്നത്. ആ പേരുകൾ വിളിച്ചുകൊണ്ട് പ്രതിസന്ധി ഘട്ടത്തിൽ ആരോരുമില്ലാതെ, ആരും സഹായിക്കാനില്ലാത്ത അവസരത്തിൽ ഈ 3 പേരുകൾ വിളിച്ചുകൊണ്ട് റബ്ബിൻ്റെ മുമ്പിൽ ആത്മാർത്ഥതയോടുകൂടി ഒരു മനുഷ്യൻ അവൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ്റെ ആഗ്രഹങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സഫലീകരിച്ച് തരുമെന്ന കാര്യം 100% ഉറപ്പാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, ആ പേരുകൾ നമ്മൾ ഇന്ന് പറയുന്ന രൂപത്തിൽ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിച്ചു തരും. ഒന്നാമത്തെ പേരെന്ന് പറയുന്നത് യാ മാലിക്കൽ മുൽക്ക്, രാജാക്കന്മാരുടെ രാജാവായ അള്ളാഹുവേ, എല്ലാ കാര്യങ്ങൾക്കും അധികാരമുള്ള രാജാവേ. അള്ളാഹുവിൻ്റെ അതിമഹത്തായ പേരുകളിലൊന്നാണ്. അള്ളാഹുവിൻ്റെ ബഹുമതിയെ, അള്ളാഹുവിൻ്റെ മഹത്വത്തെ വിളിച്ചോതുന്ന മനോഹരമായ പേരാണ് യാ മാലിക്കൽ മുൽക്ക്, രാജാക്കന്മാരുടെ രാജാവേ, നേതാക്കന്മാരുടെ രാജാവേ എന്ന് അള്ളാഹുവിനെ വിളിക്കുന്നത്.
അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാ. ഈ ഭൂമിയിൽ ആരൊക്കെ ഭരണാധികാരികളുണ്ടോ, ആരൊക്കെ രാജാക്കന്മാരുണ്ടോ, ആരൊക്കെ നേതാക്കളുണ്ടോ, അവരൊക്കെ അല്ലാഹു നൽകിയ അധികാരമാണ്, അവരൊക്കെ അല്ലാഹു ആക്കിയ രാജാക്കന്മാരാണ്. എന്നാൽ എല്ലാവരുടെയും രാജാവ് അല്ലാഹുവാണ്. ഈ പേര് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നിങ്ങൾ പറയാൻ തയ്യാറുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് ആഗ്രഹവും സഫലീകരിച്ചു തരും. വല്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത്, വലിയ ആഗ്രഹങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കുമിഞ്ഞുകൂടി നിൽക്കുന്ന സമയത്ത്, യാ മാലിക്കൽ മുൽക്ക് യാ മാലിക്കൽ മുൽക്ക് യാ മാലിക്കൽ മുൽക്ക് യാ മാലിക്കൽ മുൽക്ക് എന്ന ആത്മാർത്ഥതയോടുകൂടെ റബ്ബിന്റെ മുമ്പിൽ കൈമലർത്തി പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ആ ആഗ്രഹം സഫലീകരിച്ചു തരും. അത് എത്ര വലിയ ആഗ്രഹമാണെങ്കിലും റബ്ബിന്റെ മുമ്പിൽ അത് ചെറുതാണെന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകട്ടെ. ഇനി രണ്ടാമത്തെ പേരാണ് യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹു ബഹുമാനമുള്ളവനും മഹത്വമുള്ളവനുമാണ് എന്ന് പറയുന്ന മനോഹരമായ ഇസ്മാണ്. നമുക്കറിയാം, അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്നുണ്ട്, അലില്ലൂ ബിയാദൽ ജലാലി വൽ ഇക്റാം. നിങ്ങൾ യാദൽ ജലാലി വൽ ഇക്റാം എന്ന് പറയുന്ന നാമത്തിനെ മുറുകെ പിടിച്ചോളൂ. അതിനൊരുപാട് അർത്ഥഗാംഭീര്യമുണ്ട്. ദുആക്ക് ഉത്തരമുള്ള ഇസ്മാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങൾ ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിനെ മുറുകെ പിടിക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ ഈ പേരുകൾ, അള്ളാഹുവിൻ്റെ അലില്ലൂ ബിയാദൽ ജലാലി വൽ ഇക്റാം, ഈ പേരിനെ മുറുകെ പിടിച്ചോളൂ. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടി നിൽക്കുകയാണോ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട് നിൽക്കുകയാണോ, ഭർത്താവിനെ കൊണ്ട്, അയൽവാസിയെ കൊണ്ട്, കുടുംബത്തെ കൊണ്ടൊക്കെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണോ, അള്ളാഹു നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടോ, യാദൽ ജലാലി വൽ ഇക്റാം യാദൽ ജലാലി വൽ ഇക്റാം യാദൽ ജലാലി വൽ ഇക്റാം എന്നൊരു മനുഷ്യൻ ഇങ്ങനെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ ആത്മാർത്ഥതയോടുകൂടെ ദുആയിരുന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ കൈവിടില്ല എന്ന് പറയുന്നത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട പ്രധാനപ്പെട്ട പേരുകളിൽ രണ്ടാമത്തതാണ് നമ്മൾ പറഞ്ഞത്, യാ ദൽ ജലാലി വൽ ഇക്റാം. ഇനി മൂന്നാമത്തെ പേരാണ് യാ അല്ലാഹ്. നമ്മൾ കൂടുതൽ പറയുന്ന പേരാണ്, നമ്മൾ കൂടുതൽ ഉച്ചരിക്കുന്ന പേരാണ് യാ അല്ലാഹ്. എല്ലാവർക്കും അറിയുന്ന പേരാണ് യാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ യാ അല്ലാഹ് എന്നുള്ള പേരിനെ ഇസ്മുൽ അഅ്ലം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. കാരണം അത്രയും കൂടുതൽ തവണ ഉപയോഗിക്കുന്ന പേരാണ് യാ അല്ലാഹ്. അങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയത്ത്, പ്രതിസന്ധികളുടെ കാണാക്കയത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന സമയത്ത്, ബുദ്ധിമുട്ടുകൾ നമ്മെ തലോടി നിൽക്കുന്ന സമയത്ത്, ഒരെത്തും പിടിയുമില്ലാതെ നിൽക്കുന്ന സമയത്ത്, ഒരാളും സഹായിക്കാനില്ലാത്ത സമയത്ത് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് എന്നൊരു മനുഷ്യനെ റബ്ബിനെ വിളിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെയുണ്ടാകും. എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും ഈ പറയപ്പെട്ട മൂന്ന് പേരുകൾ, യാ മാലിക്കൽ മുൽക്ക് യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്, ഈ മൂന്ന് പേരുകൾ ആത്മാർത്ഥതയോടുകൂടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഒരു മനുഷ്യൻ വിളിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകും. എങ്ങനെയാണ് ഈ പറയേണ്ടത്, എങ്ങനെയാണ്, എത്ര തവണയാണ് ചൊല്ലേണ്ടത്? ഒന്ന്, നമ്മൾ വുളൂ എടുത്തുകൊണ്ട് ശുദ്ധിയോടുകൂടി ഏതെങ്കിലും നിസ്കാരശേഷം അല്ലെങ്കിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ്, ഡോക്ടർ പറഞ്ഞു ഒരിക്കലും ഭേദമാകാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നമ്മൾ കയറാൻ നിൽക്കുകയാണ്, ആ സമയത്ത് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ്. അല്ലെങ്കിൽ മക്കളുടെ കല്യാണമാണ്, അല്ലെങ്കിൽ ബാങ്കിൻ്റെ നോട്ടീസ് വന്ന് നിൽക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ വലിയൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുകയാണ്, രോഗമാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങളുടെ പ്രശ്നങ്ങളാണെങ്കിലും കുടുംബത്തിലുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിലും സാമ്പത്തിക പ്രയാസങ്ങളാണെങ്കിലും കച്ചവടം വലിയ തകർച്ചയിലാണെങ്കിലും യാ അല്ലാഹ് യാ അല്ലാഹ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ മാലിക്കൽ മുൽക്ക്, ഈ പറയപ്പെട്ട പേരുകൾ ഓരോന്നും 11 തവണ വീതം ഒരു മനുഷ്യൻ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെയുണ്ടാകും. ഏത് ആഗ്രഹവും അല്ലാഹു സുബ്ഹാനഹു വ തആല സഫലീകരിച്ചു തരും. അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകളൊക്കെ സ്വീകരിക്കട്ടെ, നമ്മുടെ ബുദ്ധിമുട്ടുകൾക്കൊക്കെ പരിഹാരം നൽകട്ടെ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങളൊക്കെ അള്ളാഹു നിറവേറ്റി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.